തക്കിളിയേ തക്കിളിയേ ഒന്നിട്ട് വന്ന മോളെ ഒന്നിട്ട് വാ. ഒരു കാര്യമുണ്ട്. വാ, ഇത് കുറച്ച് മതി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയി കളിച്ചോ. വാ വേഗം വാ. അതെ ഇപ്പൊ പോയി കളിക്കാട്ടെ. അതാണ്ട് അപ്പൂപ്പേ ഈ ഡൈ അടിച്ചപ്പോഴേ കണ്ട ചില മുടിയിലൊന്നും ആയിട്ടില്ല. അതിങ്ങനെ വെളുത്ത് കാണുന്നു കണ്ടോ. അപ്പൊ ഇവിടെ കുട്ടി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പോയി കളിക്കട്ടെ. കളിക്കാടി, ഇത് കുറച്ചല്ലേ ഉള്ളൂ. അതൊന്നും എടുത്ത് കട്ട് ചെയ്ത് കണ്ടാ. എന്താ അറിഞ്ഞൂടാ? കത്തിരി പിടിച്ച നീ പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് പിടിക്കേ അങ്ങോട്ട് പോവാ. ഇത് കളയി വേഗം. അത് താണ്ട അകത്താ. അകത്തുണ്ടോ? അതാരും കാണൂല. അത് പറ്റില്ല. ചിലപ്പോ കുമ്പിട്ടാ കാണും കേട്ടോ. ഇത് ഇങ്ങനെ തേച്ചപ്പോഴേ കാണാഞ്ഞിട്ടാ അത് എടുത്ത് കളഞ്ഞ. എവിടെ? ഇവിടെയാണോ? ഇവിടെ ഉണ്ടാ? അവിടെ ഉണ്ട്. പക്ഷെ അതാരും കാണൂല. അതൊന്നും സാറില്ല. അത് ഇതിന്റെ ഇടയിൽ കാണാൻ പാടില്ല. അത് കട്ട് ചെയ്ത് കളി. നോക്കി എടുക്കട്ടോ. ഇവിടെ കട്ട് ചെയ്യും. അയ്യോ, ഇത് കറുത്ത മുടിയിലടി. നിന്നോട് വെളുത്ത മുടിയല്ലേ കട്ട് ചെയ്യാൻ പറഞ്ഞു. വെളുത്ത മുടി അതിന്റെ അകത്തുണ്ട്. കരുതിയിട്ട് ഒരു പിടി കറുത്ത മുടി അല്ലെങ്കിൽ പെട്ടയാണ് ഇവിടെ മുടിയില്ലാണ്ടിരിക്കും. ഒരു പണി പറഞ്ഞ ഉത്തരവാദിത്തത്തിൽ ചെയ്യാറില്ല. പോകുന്നില്ലേ? വലിയ മുടിയൊന്നും വലിയ മുടിയില്ല. അവിടെ കളിക്കുന്ന ശ്രദ്ധയാണ് എനിക്ക്. ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മണ്ടയിലെ മുടിയില്ല. ഞാൻ ആ വെളുത്ത മുടി ഇവിടെ ഒന്ന് രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞപ്പോ ഒരു പിടി കറുത്ത മുടി ഇടോക്ക് ഒരു പിടി വെള്ളമുടി എന്നോട് വെള്ളമുടി മാത്രം എടുക്കാൻ പറഞ്ഞു. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടാണല്ലോ. നോക്കണേ അവിടുത്തെ മുടി പോയില്ലേ? മുഴുവൻ പോയി. എന്താ എന്റെ കുട്ടിക്ക് കറുത്ത മുടി വെളുത്ത മുടി കണ്ടാ തിരിച്ചറിയില്ല? ഇപ്പൊ രണ്ട് മുടി വെളുത്തിരുന്ന എന്താ കുഴപ്പം? അങ്ങനെ പറയണേ നിങ്ങള്. ഓരോരുത്തർ കുടുംബത്തിൽ ഓരോരുത്തർ ഇങ്ങനെ ചെറുപ്പക്കാരായി നടന്നോട്ടെ പറയും. നിങ്ങൾക്ക് അത് കണ്ടുകൂടാ. നിങ്ങളൊന്നും ഉണ്ടായിട്ടൊരു കാര്യം അറിഞ്ഞൂടായല്ല. അപ്പൊ കളിക്കാനുള്ള നിർത്തി പൊയ്റ്റന്റെ മുന്ന് പോർന്നു പറയണ്. അവനവൻ ആരെങ്കിലും വേണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരാളെ ആശ്രയിച്ചിട്ടും കാര്യമില്ല. ഒരു പേടിയില്ല, ബഹുമാനവും ഇല്ല, ഉത്തരവാദിത്വം ഇല്ല. എന്താ അവള് പറഞ്ഞു കേട്ടില്ലേ? രണ്ട് മുടി നരച്ചോണ്ട് എന്താന്ന് അവിടെ കെട്ടിട്ട് നരച്ചോക്കണം. ഓരോരുത്തരും നന്നായി നടക്കാൻ ശ്രമിക്കുന്നോടത്ത് ഇരുട്ടത്തിരുന്നാലും ഇത് ചാർജ് കുത്തി വെക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു സാധനം വീട്ടിൽ ഉള്ളതിനെ സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് അറിഞ്ഞൂടാ. പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ എന്ത്? എന്റെ പൊന്നോ, അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വീട്. അയ്യോ, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞതാണ്. മനുഷ്യനായിട്ട് നിങ്ങൾ മാത്രമുള്ള ഈ വീട്ടില് ഞാൻ നിങ്ങളെ വല്ലതും പറഞ്ഞോ? ഈ വീട്ടിൽ നീ എന്ത് പറഞ്ഞാലും എന്നെ തന്നെയാണെന്ന് എനിക്കറിയാം. അതല്ല, ആ തക്കളിമോളെ എന്തോരം വഴക്കാ പറയണ അമ്മാവൻ. എടേ, അവര് സമപ്രായക്കാര്. അവര് തമ്മിൽ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ. പിന്നെ ഇതാ സമപ്രായക്കാര്. ഇപ്പൊ എന്താ പ്രശ്നം അറിയാവോ? ഡൈ ചെയ്ത് തലമുടി നരച്ചിരുന്ന ആകെ പ്രശ്നം. അപ്പൊ രണ്ട് മുടി വെളുത്ത് തന്നെ ഇരിക്കണെന്ന് ഡൈ ആയില്ല. അത് വെട്ടിക്കൊടുക്കാൻ തക്കളിമോളോട് പറഞ്ഞു. അവക്കാണെങ്കിൽ കണ്ണു അറിയാൻ പാടുള്ള ബോധവും ഇല്ലല്ലോ. അവളെ കറുത്ത മുടി കൂടി വെട്ടിയെടുത്ത് അതിന് വേണ്ടിട്ട് ഊട് പഠിച്ചിട്ട് പറയുന്നുണ്ട്. അല്ല, 2 ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒച്ചിരി മുൻകോപവും ദേഷ്യവും വർത്താനത്തിലൊക്കെ തന്നെ എന്തോ ഒരു സത്യം പരസ്പര ബന്ധമില്ലാതെ വർത്താനം പറയുന്നത്. പരവേശവും നെട്ടോട്ടമൊക്കെ ഉണ്ട് നടത്തത്തിലും ഇതിലും ഒക്കെ. വട്ടാന്നാ തോന്നണേ. എന്റെ അടുത്തെല്ലാം പറഞ്ഞ എന്റെ അടുത്ത് എല്ലാ ദിവസവും പറയുന്നുണ്ട്. എനിക്കാരുമില്ല, എന്റെ ജീവിതം നായനാക്കി, ഞാൻ ഉടനെ തന്നെ കടുങ്കൈ ചെയ്യും. എന്തൊക്കെ പറയുന്നു. ആത്മഹത്യകളുടെ പരിപാടിയായിരിക്കും ആലോചിക്കണം. കാരണം വയസ്സായില്ലേ, ആരുമില്ല, ഒറ്റപ്പെടൽ തോന്നി, ഇനിയിപ്പോ ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. അമ്മാവന്റെയും അമ്മയുടെയും കാറ്റ് പോയിട്ട് വേണം നിങ്ങൾക്ക് ആ സ്വത്തെല്ലാം അടിച്ചെടുത്ത് ഒറ്റക്കിരുന്ന് പിന്നെ അടിച്ചെടുക്കണം. നമുക്ക് അവകാശപ്പെട്ട സ്വത്ത് തന്നെ, അടിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തുവാ പിന്നെ ഈ അമ്മാവന് കടുങ്ക ചെയ്യുന്ന പറഞ്ഞ നടക്കുന്ന എന്താണെന്നറിയാവോ? ആത്മഹത്യ? അതൊന്നും അല്ല, ഒളിച്ചോട്ടം. അപ്പൊ ഞാൻ കേട്ടിട്ട് വന്നല്ലേ, ഫോണിൽ ആരോട് പറയണേ. ചുമ്മാ ഒരു വർത്താനം പറയരുത്. എന്റെ നാത്തൂനാണ് സത്യം. സത്യമായിട്ട് ഞാൻ കേട്ട കാര്യമല്ലേ. ഒളിച്ചോടാൻ പറ്റിയ പ്രായം. ക്ലീറ്റോ ശരിയായിരിക്കും. ക്ലീറ്റോ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ വർത്താനം പറിച്ചിട്ട് കുറച്ച് കൂടുതലാ. ഇപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നാണം ചിരിയൊക്കെ ഉണ്ട്. പണ്ടത്തെ അസുഖം തുടങ്ങിയിട്ടുണ്ടെന്നാ. ഭയങ്കര സന്തോഷം. അപ്പൊ പണ്ടത്തെ അസുഖം പിന്നെയും തുടങ്ങി. ഇങ്ങോട്ട് എന്തിനു പേടിക്കണേ? ഞാനില്ലേ കൂടെ. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവരെ മുന്നേറിയിട്ടുള്ളൂ. പേടിക്കാണ്ടിരിക്കേ. പിന്നെ എന്താ അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം ഇറങ്ങാൻ. എപ്പോഴാണ് ഇറങ്ങേണ്ടത് എന്താന്നൊക്കെ ഉള്ളത് ഞാൻ നാളെ വിളിച്ച് പറയാം. ധൈര്യമായിട്ടിരിക്കും. പുറത്താരും അറിയണ്ട കേട്ടോ. ഒക്കെ ഞാൻ ശരിയായിക്കോളാം. ഓക്കെ.
എന്തൊരു സന്തോഷം, അയ്യോ, എന്തൊരു ഉത്സാഹം. ഓ, കൊള്ളാം, നടക്കട്ടെ ക്ലീറ്റോ, ഒന്നും പറയണ്ട, പാവം. നടക്കുവോ? നടക്കട്ടെ. നടന്നില്ലെങ്കിലും ആത്മഹത്യ ചെയ്യൂലേ? ഒന്ന് പോയിക്കോ ക്ലീറ്റോ. ഈ വിചാരമുള്ള എന്നാ കൊന്നെടുക്ക്, നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. എന്തിന് ഇതിനെയൊക്കെ കൊന്നിട്ട് എന്ത്?